വയനാടിന്റെ വിശപ്പകറ്റാൻ അങ്ങ് കോട്ടയം ഈരാറ്റുപേട്ടയിൽ നിന്നും എത്തി ഭക്ഷണം വിതരണം ചെയ്യുകയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ. കെ ഫുഡ് ഗ്രൂപ്പിന്റെ പ്രതിനിധികളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി വയനാട്ടിൽ ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്യുന്നത്. അണ്ണാൻ കുഞ്ഞും തന്നാലായതെന്ന ചൊല്ലുപോലെയാണ് ഈ ദുരന്ത മേഖലയിൽ കാണുന്ന ഓരോ ദൃശ്യങ്ങളും. അവരവർക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ സഹായവും വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരും സഹായിക്കുകയാണ്. അത്തരം ഒരു സഹായം നൽകുന്ന ഒരു കാഴ്ചയാണ്. അതായത് ഭക്ഷണ രൂപത്തിൽ എല്ലാവർക്കും വിശപ്പുള്ളവർക്കെല്ലാം ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു കൂട്ടർ. ഇവർ ഈ ദുരന്തം നടന്ന കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ ദുരന്ത വാർത്ത കേട്ട് ഭക്ഷണം വിതരണവുമായി ഇവിടെ എത്തിയതാണ്. ഇന്നിപ്പോൾ ഒരു ദിവസത്തെ ഭക്ഷണം ശേഖരിച്ച് അവർക്ക് നൽകുക എന്നായിരുന്നു ഇവരുടെ ലക്ഷ്യം. പക്ഷേ അതിപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുകയാണ്. ഈ രണ്ടു നേരവും പൂർണ്ണമായും ഇവിടെ എത്തുന്നവർക്കെല്ലാം ഇവരുടെ ഒരു ദിവസം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഇവർ വിതരണം ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഈ പറയുന്ന കോട്ടയത്ത് നിന്നെത്തിയ ഈ കൂട്ടരോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു വിതരണം ചെയ്യുന്നത്? എങ്ങനെയാണ്, എന്താണ് ലക്ഷ്യം? വിതരണം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്നതാണ്. അപ്പം കാസർഗോഡ് ടു തിരുവനന്തപുരം വരെ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷനായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു നമ്മുടെ സുഹൃത്ത് വിളിക്കുകയുണ്ടായി, ഇവിടെ ഭക്ഷണം ഒക്കെ കുറവാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ട് സ്റ്റാളിട്ടു ഭക്ഷണം എല്ലാവർക്കും വിതരണം ചെയ്യുകയുണ്ടായി. ഇവിടെ ഭക്ഷണത്തിൻ്റെ ഒരു കുറവ് ഇവിടെ കണ്ടായിരുന്നു. അപ്പം നമുക്ക് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊന്നും ചെയ്തതല്ല, നമുക്കൊരു സേവനം എന്ന രീതിയിൽ എല്ലാവർക്കും ഭക്ഷണം നമ്മൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഓരോ കാഴ്ചയും. അതായത് ആരൊക്കെ ആകട്ടെ അവരവർക്ക് ചെയ്യാൻ കഴിയുന്ന ആ സഹായം എല്ലാവരും ചെയ്യുന്നു. ഒരു മനസ്സോടെ ഈ ദുരന്തബാധിത മേഖലയിലുള്ളവർക്കെല്ലാം അവരെ രക്ഷിക്കാൻ ഇറങ്ങുന്നവർക്കും രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കും അല്ലാതെയും എല്ലാം ആർക്കൊക്കെ വേണോ സഹായം അവർക്കൊക്കെ സഹായം എത്തിക്കുന്ന വലിയൊരു മനസ്സാണ് ഈ ദുരന്ത മേഖലയിൽ, വയനാട് മേപ്പാടി ദുരന്ത മേഖലയിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയോടൊപ്പം ശ്യാം കെ വാര്യർ, അമൃത ന്യൂസ്.